ചെയ്തു തരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെ ആംഗിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ബാക്കിയുള്ള എല്ലാ സൈഡ്സിന്റെയും റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അതായത് ഇപ്പൊ ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോസ് എങ്ങനെയായിരിക്കും വരാ? അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിയും ആൻഡ് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോസ് എങ്ങനെയാണ് വരാ? എങ്ങനെയാണ് സൈഡ്സ് വരാ? 30ക്ക് ഓപ്പോസിറ്റ് 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് √3 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 അല്ലേ? ഇങ്ങനെയല്ലേ? ഇനി നെക്സ്റ്റ് ട്രയാങ്കിളിന്റെ എങ്ങനെയായിരുന്നു? 1 1 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് √2. ഇങ്ങനെയാണ് നമ്മൾ സൈഡ്സിന്റെ റേഷ്യോസ് കൊടുത്തോണ്ടിരുന്നത് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ സെക്ഷൻ എന്താ പറയുന്നത്? ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് ഇൻ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ആംഗിൾസ് ഡ്രോൺ ഇൻ ദ ഡിഫറെന്റ് സൈഡ്സ്. The length of the sides are different, but the ratios are the same. എന്താണ്? ഒരേ കോണളവുള്ള ത്രികോണങ്ങൾ പല വലിപ്പത്തിൽ വരച്ചാൽ അവയുടെ നീളത്തിൽ മാറുമെങ്കിലും അവ തമ്മിലുള്ള അംശബന്ധം മാറില്ല എന്ന് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സെയിം ഇവിടെ എന്താണ്, ഇവിടെ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് 60 30 90 എന്ന് അല്ലെ. ഇതിനിപ്പോ ഈ ഒരു സൈസിലുള്ളതാണെങ്കിലും ഇതിന്റെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആംഗിൾസ് ഇത് തന്നെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ സെയിം റേഷ്യോസ് യൂസ് ചെയ്തിട്ടല്ലേ അതിന്റെ സൈഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ് അല്ലെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് അല്ലെ. ഒരു ത്രികോണത്തിലെ കോണുകൾ അതിലെ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കാൻ പറ്റുമെന്ന് അല്ലേ. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. അതല്ലേ ഇവിടെ നമുക്ക് ചെയ്തേക്കണത് നോക്കി. എന്താണ്? ഒരു ത്രികോണത്തിലെ ആംഗിൾസ് ആണ് ഇവിടെ നമുക്ക് തന്നേക്കുന്നത്. എന്താണ്? 60 30 90 എന്ന്. അത് വെച്ചിട്ട് എന്താണ് സൈഡ്സിന്റെ റേഷ്യോസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഈ ട്രയാങ്കിൾസ് മാത്രം, ഈ ഒരു ട്രയാങ്കിൾസിനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ആംഗിൾസ് ഇല്ലാണ്ട് വേറെ ആംഗിൾസ് തന്നാലും നമ്മൾ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾ ബി 90 ആയാൽ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ കർണമാണ്. എ എന്ന കോൺ കണക്കിലെടുത്താൽ, അതായത് എ എന്നുള്ള ആംഗിൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബി സി എക്ക് എന്താണ് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഇത് അല്ലെ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എതിർവശം എന്ന് പറയും അല്ലെ. പിന്നെ അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെ സമീപവശമായിരിക്കും ആണല്ലോ, അല്ലെങ്കിൽ എന്താണ് അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. അപ്പൊ എനെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, എ എന്നൊരു ആംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി സി എന്ന് പറയുന്നത് എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. അതുപോലെ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് മട്ടത്രികോണത്തിൽ ഒരു കോണിന്റെ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയെ കോണിന്റെ സൈൻ എന്നും, അതായത് ഈ കോണിന്റെ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കണ. സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺ എയുടെ എതിർവശം, അതായത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഓൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതുപോലെ കൊസൈൻ കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺ സമീപവശം ബൈ എതിർവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ എതിർവശം. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണ പുതിയ കോണളവുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച പുതിയ ഇതൊക്കെ? എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് അല്ല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. ആൻഡ് കോസ് എന്ന് പറഞ്ഞ എന്താണ്? കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് അല്ലെ, എയുടെ അടുത്ത് കിടക്കണത്, അതായത് സമീപവശം, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോണിന്റെ കോസും സൈനും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ ഒരു ആംഗിളിന്റെ കോസ് സൈൻ നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. ആൻഡ് കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏത് ആംഗിൾ ആണോ ആ ആംഗിൾ. കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ എന്താ പറയാ
സമീപവശം ബൈ കർണം എന്നാണ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പല ആംഗിൾസിന്റെയും എന്താണ് കൊസൈൻ വാല്യൂസും സൈൻ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അവിടെ കുറച്ച് തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഈ ഒരു ടേബിൾ കണ്ടേ, ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ടെക്സ്റ്റ് ബുക്ക് എന്താണ് ഒന്ന് റെസ്പോണ്ട് ചെയ്താരെങ്കിലും? ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? എന്താ ആരും മിണ്ടാത്ത, കേൾക്കണില്ലേ? സ്ക്രീൻ ക്ലിയർ അല്ല? ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ ആണോ എന്ന് പറയോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാണാം. ക്ലിയർ. അപ്പൊ ഇവിടെ കണ്ടോ, ഇനിയിപ്പോ ഓരോ ആംഗിൾസിന്റെയും നമ്മളിപ്പോ പറഞ്ഞു സൈനും കോസും എന്താന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഓരോ ആംഗിൾസിന്റെയും സൈനും കോസ് വാല്യൂസ്, അതായത് ഇപ്പൊ സൈൻ 35 എടുത്തിട്ട് എന്റെ സൈൻ വാല്യൂ എന്താ, കോസ് വാല്യൂ എന്താണെന്നാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അതുപോലെ തന്നെ സൈൻ ആംഗിൾ 36 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ സൈൻ വാല്യൂ കോസ് വാല്യൂ. അപ്പൊ സൈൻ 36 എന്ന് പറയുന്നത് നമ്മൾ എന്ത് വാല്യൂ എടുക്കണം? 0.5878 എടുക്കണം. ഓക്കെ, ആൻഡ് കോസ് 36 ആണ് എടുക്കാൻ പറയണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 8090 എന്ന് പറയും. ഇപ്പൊ ഇവിടെ 35 തൊട്ട് 40 വരെയുള്ളതിന്റെ സൈൻ കോസ് വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ലാസ്റ്റ് ആയിട്ട് എല്ലാ ആംഗിൾസിന്റെയും ഇതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ്, അതല്ലാതെ നമ്മളിപ്പോ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ മെയിൻ ആയിട്ട് അധികവും യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ 60, 30, 90, 45 ഈ ഒരു ആംഗിൾസിലേക്കാണ് അധികവും നമ്മൾ യൂസ് ചെയ്യാറ്. ഈ ഒരു ആംഗിൾസിലേക്ക് ആണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. 60 ഏതൊക്കെയായിരുന്നു? 30യുടെ, 60യുടെ, 90യുടെ, 45ന്റെ, ഇതിന്റെയൊക്കെയാണ് നമ്മൾ ഇനി മേളിലെ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ അധികവും നമുക്ക് യൂസ് ചെയ്യുന്നുള്ളത്. ഇതിന്റെയൊക്കെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ സൈൻ കോസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇതുപോലെ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള വാല്യൂസ് ഒന്നല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ലൊരു ചിലത് നല്ല ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സാധാ നമ്മുടെ നാച്ചുറൽ നമ്പർ ആയിട്ടായിരിക്കും. അതായത് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് വട്ടത്രികോണങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ ഇവിടെ യൂസ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഈ സൈൻ കോസ് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് സൈൻ 30 ആൻഡ് കോസ് 30, ഇതിന് അതുപോലെ തന്നെ സൈൻ 60 ആൻഡ് കോസ് 60 കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് സൈൻ 90 ആൻഡ് കോസ് 90. നെക്സ്റ്റ് വൺ സൈൻ 45 ആൻഡ് കോസ് 45. ഇത്രയും വാല്യൂസ് ആണ്. ഇതിന്റെ ഏതൊക്കെ ഡിഗ്രീസ് ആണ് കേട്ടാ? 45 ഡിഗ്രി ആൻഡ് ഈ 30യുടെയും 60യുടെയും 90യുടെയും 45ന്റെയും കോസ് സൈൻ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ ഈ ഒരു ഫിഗർ കണ്ടില്ലേ? ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈൻ 30 അല്ലെ? അപ്പൊ ഈ ഒരു ആംഗിൾ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൈൻ എന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം അല്ലെ? അപ്പൊ ഈ 30ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ഈ സൈഡ് അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 അല്ലെ? ജസ്റ്റ് 1 ബൈ, ഇനി എന്താണ്? ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം 2. അപ്പൊ 1/2 ആണ് സൈൻ 30യുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സൈൻ 30 അപ്പൊ എത്ര കിട്ടി?
Sin 30 is 1/2. Okay. Sin 30 നമുക്കിവിടെ 1/2t. ഇനി എന്താണ് cos 30 നമുക്ക് കണ്ടുപിടിക്കണം. cos 30 എങ്ങനെയാ നമ്മൾ ചെയ്യാറ്? എന്താണ് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ സമീപവശം ബൈ കർണം അല്ലെ. അപ്പൊ എന്താണ് ഈ 30ക്ക് അടുത്ത് കിടക്കുന്ന വശം ഏതാണ്? √3 ആണ് അല്ലെ. അപ്പൊ √3 ബൈ കർണം എത്രയാണ്? 2 വരും. അപ്പൊ കോസ് 30 എത്ര വന്നു? √3/2 എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയ? സൈൻ 30 കോസ് 30 കണ്ടുപിടിച്ചത് എന്താണ്? ക്ലിയർ ആയോ? ഇവിടെ ആരും ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മള് ഒരു മിനിറ്റ് ഡൗട്ട് ഉണ്ട് നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ 60യുടെ കണ്ടുപിടിക്കുകയാണ്. 60 അപ്പൊ 60 എന്ന് പറഞ്ഞ ആംഗിള് നമ്മൾ ഇതെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി എടുക്കുന്ന ആംഗിള്. ഇനി എന്താണ്? സൈൻ 60 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സൈൻ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. അപ്പൊ 60ക്ക് എതിർവശം എന്ന് പറയുന്നത് ഏതാണ്? √3. ഓക്കെ, അപ്പൊ √3 ബൈ കർണം 2. ഓക്കെ, അപ്പൊ സൈൻ 60 എത്രയാണ്? √3/2. ആൻഡ് നെക്സ്റ്റ് വൺ cos 60. cos 60 എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, അടുത്ത് കിടക്കുന്ന സൈഡ്. 60ക്ക് അടുത്ത് കിടക്കുന്നത് ഏതാണ്? 1 ബൈ കർണം ഹൈപ്പോട്ടന്യൂസ് 2. ഓക്കെ, അപ്പൊ cos 60 എത്ര കിട്ടി? 1/2t. സൈൻ 60 √3/2t. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 90. 90യുടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറിലെ എടുക്കാം അല്ലെങ്കിൽ ഇതിലും എടുക്കാം. രണ്ടെടുത്താലും ഒരേപോലെ തന്നെയാണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എടുക്കണേ നോക്കിയേ? 90 സൈൻ 90. ഇപ്പൊ ഈ ഫിഗറിൽ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? എന്താണ് സൈൻ 90 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് ഏതാണ്? 2 ബൈ കർണം എത്രയാണ്? കർണം 2 തന്നെ. അതായത് ഇക്വൽ ടു എത്ര വരും? നമുക്ക് 1 വരും. അപ്പൊ സൈൻ 90 എന്ന് പറഞ്ഞത് എത്രയാണ്? 1 അല്ലെ. ഇനി അടുത്ത് എന്താണ്? cos 90. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ എടുക്കാം. കോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ്. ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 90യുടെ അഡ്ജസന്റ് സൈഡ് ഏത് വരും? പറഞ്ഞ 90യുടെ അഡ്ജസന്റ് സൈഡ് ഏത് വരാ? അല്ലി വേണ്ട, നമുക്ക് ഈ ഫിഗറിൽ എടുക്കാം. അതിനകത്ത് നമുക്ക് രണ്ടും ഡിഫറെന്റ് ആണ്. നോക്കിയേ, ഈ ഫിഗറിലെ കോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഫിഗറില് cos 90 ഒന്ന് എടുത്തേ. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ടും 1 തന്നെയാണ് അല്ലെ. അപ്പൊ 1 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √2 അല്ലെ. അപ്പൊ cos 90 എത്രയായിരുന്നു? 1/√2 എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സൈൻ 45. അപ്പൊ സൈൻ 45 എടുക്കുമ്പോൾ അതാരാ? ഈ ഫിഗർ ആണ് നമ്മൾ അല്ലെ. സൈൻ 45 ഇതെടുക്കാം, ഏതെടുത്താലും ഒരുപോലെ വരും. സൈൻ 45ന്റെ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ എതിർവശം ബൈ കർണമാണ്. എതിർവശം 45ന്റെ എതിർവശം എന്ന് പറഞ്ഞാൽ 1 ബൈ കർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 വരും. ഓക്കെ, ആൻഡ് കോസ് 45 എന്ന് വെച്ചാൽ എത്ര വരും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എത്ര വരും? 1/√2 വരും. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ എല്ലാത്തിന്റെയും സൈന്റെയും കോസിന്റെ ഒക്കെ 30, 60, 90, 45 അതിന്റെ ഒക്കെ എന്താണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത്? സൈന്റെയും കോസിന്റെയും വാല്യൂസ് നമുക്കിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ജസ്റ്റ് ആ രണ്ടൊരു ഫിഗേഴ്സിന്റെ നമുക്കറിയാം. ആ രണ്ട് 60, 90, 30, 45 വരുമ്പോ അതിന്റെ സൈഡ്സ് എന്ത് റേഷ്യോയിലാ വന്നതെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്? ബാക്കിയുള്ള സൈൻ 30യുടെയും 60യുടെയും കോസ് വാല്യൂയും സൈൻ വാല്യൂയും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പൊ ക്ലിയർ ആയ? ഇതെങ്ങനെയാ വന്നേക്കണെന്ന് ക്ലിയർ ആയ? ഡൗട്ട് ഉണ്ടോ ഇനി ഇത് എങ്ങനെയാ വന്നതെന്ന് എന്തെങ്കിലും? നോക്കി ഇല്ലല്ലോ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ആരെങ്കിലും. ടൈം വെറുതെ പോണു നമ്മുടെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ സൈനും കോസും ഒക്കെ പഠിച്ചു അല്ലെ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ സമീപവശം ബൈ
കർണം. ഇതാണ് നമ്മുടെ സൈനും കോസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്, ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ, അവക്കിടയിലുള്ള കോൺ 40 ഡിഗ്രിയുമാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇതേ വശങ്ങളും അവക്കിടയിലെ കോൺ 140 ആയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, അതായത് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അവക്കിടയിലുള്ള കോണും, അതായത് ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിനെ നമുക്കൊന്ന് നെയിം ചെയ്യാം. എ ബി സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെയിം ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. ഒരെണ്ണം 8ഉം ഒരെണ്ണം 10ഉം ആണെന്ന്. അപ്പൊ ഇതിനെ നമുക്കിപ്പോ 10 സെന്റിമീറ്റർ എന്ന് എടുക്കാം, ആൻഡ് ഇത് 8 സെന്റിമീറ്റർ ആണ് എടുക്കാം. അതെനി പറഞ്ഞേക്കാണ് അവക്കിടയിലുള്ള കോൺ 40 ഡിഗ്രിയാണ്. അതായത് എന്താണ്? ഈ രണ്ട് സൈഡിനും ഈ ഇടയിലുള്ള ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞേക്കണേ? 40 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണേ. പിന്നെ എന്താണ്? ഇനി ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏരിയ എങ്ങനെയാ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെയാ നമ്മൾ കാണുന്നത്? ഹാഫ് ഇൻറ്റു എന്താണ് ഒരു ഇത് ലെങ്ത് അല്ലേ? ഹൈറ്റ് ഇൻറ്റു ബേസ് ആണ്. ഹൈറ്റ് ഇൻറ്റു പി സി എന്ന് വരും അല്ലേ? ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണ്? ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹൈറ്റ് എത്രയാന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഹൈറ്റ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡി പിന്നെ നമ്മൾ ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്? നമ്മളിവിടെ പഠിച്ചു ഇത് എങ്ങനെയാ നമുക്ക് ഈ ഒരു സൈഡാണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നമ്മളിപ്പോ പുതിയതായിട്ട് പഠിച്ച സൈനും കോസും ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് നോക്കിയേ, ഈ ഇവിടെ ആ ഒരു ആംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 40. നമ്മുടെ ആകെപ്പാടെ ഒരു ആംഗിളിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ആംഗിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈനും കോസും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. അപ്പൊ എന്താണ്? 40 AD ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 40യുടെ എവിടെയാ ഈ AD കിടക്കണത്? എതിർവശത്തിലല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, ഓപ്പോസിറ്റ് സൈഡാണ് കിടക്കുന്നത് അല്ലെ? അല്ലാണ്ട് ഈ 40യുടെ ഈ അടുത്ത് കിടക്കുന്ന ഈ ഒരു സൈഡ് ഒന്നും അല്ലല്ല. 40യുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BD അല്ലെങ്കിൽ AB ആണ് 40ക്ക് അടുത്ത് കിടക്കുന്നത്. AD എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 40ക്ക് ഓപ്പോസിറ്റ് കിടക്കണേണ്, അല്ലെങ്കിൽ എതിർവശത്തിൽ കിടക്കണേണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈൻ 40 നമുക്ക് തന്നെ ഇതാം. അപ്പൊ സൈൻ 40 എങ്ങനെ കാണാം? എതിർവശം ബൈ കർണം അല്ലെ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എതിർവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AD ബൈ കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ AB വരും അല്ലെ? കാരണം ഇവിടെ നമ്മൾ ഹൈറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 90 ആംഗിൾ ആയിട്ട് 90ക്ക് ഓപ്പോസിറ്റ് കിടക്കണായിരിക്കും എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്താണ്? സൈൻ 40 നമുക്കറിയാം അല്ലെ? എത്രയാണ്? സൈൻ 40 അല്ലല്ല, സൈൻ 40 ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബാക്കിലായിട്ട് എല്ലാത്തിന്റെയും വാല്യൂസ് ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? 30, 60, 90, 45 മാത്രമാണ് ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? സൈൻ 40 ആണ് വന്നിരിക്കുന്നത് അല്ലെ? 40 ആണ്. അപ്പൊ ഈ സൈൻ 40 എത്രയാന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ സൈൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്നത് 0.6428 ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇനി അതിനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ്? ABയുടെ വാല്യൂ നമുക്കറിയാം 8 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇനി അതിനകത്ത് നമ്മൾ ഇനി AD കാൽക്കുലേറ്റ് ചെയ്തതാണ്. AD ഈസ് ഈക്വൽ ടു എന്തോരും? സൈൻ 40 ഡിവൈഡഡ് ബൈ AB വരും അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 0.6428. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന വാല്യൂ ആണ് കേട്ടോ, സൈൻ 40യുടെ വാല്യൂ. ഓൾ ഡിവൈഡഡ് ബൈ 8 വരും. ഓക്കെ, ആൻഡ് അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ വരാം. അയ്യോടാ സോറി കേട്ടാ, AD ഡിവൈഡഡ് ബൈ അല്ലല്ല, ഇൻറ്റു അല്ലേ വരാ? അവിടെ ഡിവിഷൻ ഈക്വൽ സൈഡിന്റെ ഈ AB ഈക്വൽ സൈഡിന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരാ? അപ്പൊ AD എങ്ങനെ കണ്ടുപിടിക്കണേ? സൈൻ 40 ഇൻറ്റു AB അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 0.6428
ഇൻറ്റു 8 ദാറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5.1424 എന്നാണ് നമ്മുടെ എ ഡിയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ എ ഡി നമുക്ക് കിട്ടിയ എത്രയാണ് 5.1424 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ, അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാലോ. അപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കണേ? ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ബി സി ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഡി എത്ര നമുക്ക് കിട്ടിയാണ് 5.1424 ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി ഇതും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 വരും. ഇത് ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 25.71 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എ ഡി സെന്റിമീറ്റർ, ഏരിയ അപ്പൊ എത്ര കിട്ടി 25.71 സെന്റിമീറ്റർ എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇല്ല എന്ന് പറ. റെസ്പോണ്ട് ചെയ്യും മക്കളെ, എന്നാലല്ലേ എനിക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ടാണ്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് സെയിം ലെങ്ത് ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140. അതായത് എന്താണ്? അടുത്തൊരു ട്രയാങ്കിൾ ആണ് നമുക്ക് ഇനി എന്താണ് ഈ സെയിം അല്ല ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഇത് തന്നെയാണ്. പക്ഷെ എന്താണ് ഈ 40ക്ക് പകരം 140 ആറുന്നെങ്കിൽ ഇതിന്റെ ഏരിയ എന്ത് വരും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ജസ്റ്റ് ചെറിയ ചേഞ്ച്. അപ്പൊ നമുക്കറിയാം 140 എന്ന് പറഞ്ഞാൽ എന്താണ് 90നൊക്കെ എബോവ് ആവുമ്പോ ആ സൈഡ് ഒന്ന് ചെരിഞ്ഞായിട്ടായിരിക്കും വരാം അല്ലെ. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലെ. ആ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 ആണ്, 90ക്ക് കൂടുതലാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബി സി. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ആൻഡ് ഇതിന്റെ അളവ് 10ഉം ഇത് 8ഉം ആണ്. സൈഡ്സ് സെയിം ആണ്, പക്ഷെ ആംഗിൾ മാത്രം മാറിയെന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഹാഫ് ബി എച്ച് ആണ് അല്ലേ. അതായത് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം അല്ലെ. എന്നാലേ നമുക്ക് ഈ ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബേസിലേക്കുള്ള ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇനി ഇവിടെ നോക്കിയേ, ഇപ്പൊ നമുക്ക് വേറെ ചെറിയൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ, എ ഡി ബി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ട്രയാങ്കിൾ എ ഡി ബി നമുക്ക് കിട്ടി. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞു ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ആംഗിൾ എ ബി ഡി എത്രയാണ്? എത്ര വരും ഈ ആംഗിൾ എ ബി ഡി? ഈ ഒരു ചെറിയ ആംഗിൾ എത്ര വരും? ഈ മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും അല്ലെ. അതായത് 180 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇച്ചിരി ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 140 മൈനസ് 40 ചെയ്യാം അല്ലെ. 180 സോറി 180 അത് മൊത്തത്തിൽ 180 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. ഈ ഒരു ലൈനിന്റെ ഡോട്ടിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു പോർഷൻ 180. അതായത് നമ്മൾ പറയുന്ന സപ്ലിമെന്ററി ആംഗിൾ അല്ലെങ്കിൽ അനുപൂരക കോണം എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയല്ലേ. 180 മൈനസ് 140 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 40 എന്ന് കിട്ടും, 40 ഡിഗ്രി. അപ്പൊ ഈ ഒരു ആംഗിൾ ബിയുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും 40 ഡിഗ്രി കിട്ടും. ഇനി എന്താ നമുക്ക് എ ഡി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എ ഡി നമുക്ക് എങ്ങനെ കിട്ടും? ഈ 40ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, സൈൻ 40 തന്നെ എടുക്കാം. അപ്പൊ സൈൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡി ബൈ ഈ ഒരു ട്രയാങ്കിൾ എ ബി ഡിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 90ക്ക് ഓപ്പോസിറ്റ് കിടക്കണ എ ബി അല്ലെ. അപ്പൊ എ ഡി ബൈ എ ബി വരും. ഓക്കെ, അതിനകത്ത് നിന്ന് എ ഡി നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, സൈൻ 40 ഇൻറ്റു എ ബി. ഇത് നോക്കിയേ, ഇവിടെയും എ ബി അങ്ങനെ എ ഡി എങ്ങനെയല്ലായിരുന്നു സൈൻ 40 ബൈ ഇൻറ്റു എ ഡി. അപ്പൊ സെയിം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. എത്ര? 5.1424 കിട്ടും സെന്റിമീറ്റർ എന്നായിരിക്കും എ ഡി കിട്ടുക. ആൻഡ് നെക്സ്റ്റ് ഏരിയ അപ്പൊ എന്ത് വരും? ഏരിയയും സെയിം തന്നെ വരും അല്ലെ. ഹാഫ് എ ഡി ഇൻറ്റു ബി സി എന്നാണ് നമുക്ക് ഇതിനകത്ത് ഏരിയ തന്നെ വരാം അല്ലെ. ഇതിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ സെയിം ഇക്വേഷനിലാണെങ്കിലും സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ഇനി അവിടെ വരാം അല്ലെ. ഹാഫ് ഇൻറ്റു 5.1424 ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ 10 ദാറ്റ്സ് ഈക്വൽ ടു 25.71. അപ്പൊ എന്താണ്
ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഏരിയ എന്നിട്ട് ഒരു ആംഗിള് മാറിയെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണത്തിന്റെയും ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോട്ടെ, വെറുതെ വെച്ചോണ്ടിരിക്കരുത്, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സമഭുജ സമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 5 മീറ്ററും അതിലെ ഒരു കോൺ 100 അതിന്റെ പരപ്പളവ് കണക്കാക്കുക. അല്ലെങ്കിൽ എന്താണ് ഇത്? ഒരു റോംബസ്. റോംബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാം ആണ് അല്ലെ. റോംബസിന്റെ ഒരു സൈഡ് 5 അതിന്റെ ഒരു ആംഗിൾ 100 അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ റോംബസ് അല്ലെങ്കിൽ സമഭുജ സമാന്തരികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. സമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ സമഭുജ സമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നെയിം ചെയ്യാം. എ ബി സി ഡി എന്ന് പറഞ്ഞ് നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എല്ലാ സൈഡും 5 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് ഒരു ആംഗിൾ അതിന്റെ എത്രയാണ് തന്നിട്ടുണ്ട്? 100 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. ഇനി നമ്മളടുത്ത് പറഞ്ഞേക്കണം ഈ ABCD എന്ന് പറയുന്ന റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സമാന്തരികത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? റോംബസിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ എങ്ങനെയാണ്? എന്താണ്? 1 സൈഡ് ബൈ ആ സൈഡിലേക്കുള്ള ഹൈറ്റ് അല്ലെ. സൈഡ് അല്ല, ബൈ അല്ല, സൈഡ് ഇൻറ്റു സൈഡിലേക്കുള്ള ഹൈറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു വശം ആ വശത്തിലേക്കുള്ള ഉയരമാണ് നമ്മുടെ സമാന്തരികത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? സൈഡ് നമുക്കറിയാം എത്രയെന്ന്, 5 നമുക്കറിയാം. നമുക്ക് എന്താണ്? ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ട്രയാങ്കിളിലെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പെർപെൻഡിക്കുലർ വരച്ചു കൊടുത്തു. ഈ CE എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്? നമ്മുടെ ഹൈറ്റ് ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ BCE എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. അതിനകത്ത് ആംഗിൾ ഇ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? നമ്മളൊരു പെർപെൻഡിക്കുലർ ആണ് അങ്ങോട്ട് വരച്ചേക്കുന്നത്. ആൻഡ് ആംഗിൾ EBC എത്രയായിരിക്കും? ആംഗിൾ EBC അതായത് ഈ കിടക്കുന്ന ആംഗിൾ അല്ലെ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഒന്ന് നോക്കിയേ, ഇവിടെ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ 100 അപ്പൊ ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാന്ന്? 180 ആയിരിക്കും അല്ലെ. ഒരു ലൈനിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ആയിരിക്കും. 180 100 മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും? 80 കിട്ടും. ഓക്കെ, അപ്പൊ ഈ B എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 ഡിഗ്രിയാണ്. ഇനി എന്താ? ആ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സിഇയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഏതാണ്? sin 80 നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, sin 80 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം സിഇ ബൈ കർണം എന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് BC. ഈ ഒരു ട്രയാങ്കിളിന്റെ കേസിലാണ് ഈ പറയണത് BC എന്നത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു സി നമുക്കറിയില്ല. ഇനി എന്താണ്? നമുക്ക് അറിയാവുന്നതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താണ്? ഇനി നമുക്ക് എന്ത് വേണം? sin 80യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മുടെ sin 80യുടെ വാല്യൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.9848 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് CE കണ്ടുപിടിക്കാം. CE is equal to sin 80 into BC. That's equal to എത്ര വരും? 0.9848 into BC എത്രയാണ്? BC എല്ലാ സൈഡ്സും 5 ആണെന്നാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. That's equal to 4.92 സെന്റിമീറ്റർ ആണ് എന്റെ എന്തെന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാലോ. ഏരിയ എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു ഹൈറ്റ്. സൈഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു എന്താണ്? ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 4.92. ദാറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 24.6 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഏരിയ വരാൻ. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് ഓർത്തിട്ടാണ്ടോ ഞാൻ ഈ സ്പീഡിൽ പോണേ. ആർക്കും ഉണ്ടെങ്കിൽ ചോദിച്ചപ്പോ തന്നെ, ഇനി വെച്ചോണ്ടിരിക്കരുത്. ഓക്കെ, അടുത്ത എന്താണ്? ഒരു സമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആണ്. ഇവയ്ക്കിടയിലെ കോൺ 50ഉം അതിന്റെ പരപ്പളവ്. അതായത് ഇവിടെ എന്താണ്? നേരത്തെ പോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ സമാന്തരികം. നേരത്തെ എന്താണ്? സമഭുജ സമാന്തരികമായിരുന്നു, അല്ലെങ്കിൽ റോംബസ് ആയിരുന്നു. അതായത് പാരലലോഗ്രാമത്തിന്റെ എല്ലാ സൈഡ് ഈക്വൽ ആവണേനാണ് അങ്ങനെ പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? സെയിം തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്താണോ ആ ഒരു ഫിഗറിൽ മാത്രം ചെറിയൊരു ചേഞ്ച് വരും. അതായത് ഇപ്പൊ ഇന്നത്തെ എന്താണ്? സമാന്തരികം എന്നാണ്, അല്ലെ? അതായത് എല്ലാ സൈഡും ഈക്വൽ അല്ല, ഇങ്ങനെ ഈ ഒരു ഫിഗർ ആയിരിക്കും വരാ, അല്ലെ? ഇനി ഇതിന്റെ എന്താണ്? എന്ത് കണ്ടുപിടിക്കണം നമ്മള്? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു വശങ്ങളുടെ നീളം 12 സെന്റിമീറ്റർ. അതായത് ഇതിന്റെ നീളം 12ഉം മറ്റേ സൈഡ് 8ഉം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് തന്നേക്കണേ? ഇവയ്ക്കിടയിലുള്ള കോൺ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 50 എന്നും തന്നിട്ടുണ്ട്, 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഇനി അതിന്റെ പരപ്പളവ് കാണണം. അതായത് ഏരിയ കണ്ടുപിടിക്കണം, അല്ലെ? ഏരിയ കാണണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏരിയ എങ്ങനെയാ കാണുന്നത്? സൈഡ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന്, അല്ലെ? അപ്പൊ സൈഡ് നമുക്കറിയാം 8 ആണ്, അല്ലെങ്കിൽ 12 ആണെന്ന് നമുക്കറിയാം, അല്ല? സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഈ 12 ആണ് എടുക്കേണ്ടത്. കാരണം എന്താ? ഈ സൈഡിലൊക്കെ ഉള്ള ഹൈറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 12 ഇൻറ്റു ഇതിനകത്തേക്കുള്ള ഹൈറ്റ്. ഓക്കെ, അപ്പൊ 12 ഇൻറ്റു ഹൈറ്റ് നമുക്ക് എങ്ങനെയാണ്? നേരത്തെ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് നെയിം ചെയ്ത എ ബി സി ഡി എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ സൈഡ് 12 ഇൻറ്റു ഹൈറ്റ് ഏതാണ്? സി ഡി ഇ. സിഇയുടെ വാല്യൂ നമ്മൾ നേരത്തെ പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ്? സിയുടെ വാല്യൂ നമ്മൾ എന്താണ്? സൈൻ 50 എന്ന് എടുക്കുക. സൈൻ 50 എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? ബി സി വരും. ദാറ്റ്സ് ഈക്വൽ ടു അതിനകത്തുനിന്ന് സിയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യാ? സൈൻ 50 ഇൻറ്റു ബി സി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സൈൻ 50 ഒക്കെ നിങ്ങളുടെ അതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സിയുടെ വാല്യൂ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ ആവും. ഓക്കെ, അതപ്പോ ചെയ്ത് നോക്കിക്കോട്ടെ. നേരത്തെ പോലെ തന്നെ സെയിം പ്രോബ്ലം ആണ്, ഞാൻ ചെയ്യാൻ നിൽക്കണില്ല. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ചെയ്തോളില്ലേ അതൊക്കെ? സെയിം മെത്തേഡ് തന്നെയാണ്. അതാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റത്ത് 5 ഡിഗ്രി കോണും മറ്റേ അറ്റത്ത് 65 ഡിഗ്രി കോണും വരച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി. അതിന്റെ പരപ്പളവ് കാണാം. അതായത് എന്താണ്? സെയിം തന്നെയാണ്. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. അതിനകത്ത് എന്താണ് പറഞ്ഞേക്കണത്? 5 മീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റത്ത്, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ എ ബി സി എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എ ബി സിനെ നമ്മൾ എന്തെന്നെടുക്കാം? ഓക്കെ, 5 ഇതാണ് നമ്മുടെ 5 സെന്റിമീറ്റർ ഉള്ള വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി ആണ്. ഓക്കെ, ഈ വരയുടെ രണ്ടറ്റത്തായിട്ട് ആംഗിൾ ഓഫ് 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി ആർ ഡോൺ അറ്റ് ദ എൻഡ് ഓഫ് 5 സെന്റിമീറ്റർ ലോങ് ലൈൻ, അല്ലെ? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിന്റെ രണ്ടറ്റത്ത് എന്തൊക്കെയാണ് എടുത്തത്? 50 ഡിഗ്രിയിൽ ഒരു ആംഗിളും വരച്ചു, അത് കഴിഞ്ഞിട്ട് 60 ഡിഗ്രിയിൽ ഒരു ആംഗിളും വരച്ചു. അപ്പൊ അതിന് എന്താണ്? ഒരു ട്രയാങ്കിൾ പോലെ കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ട്രയാങ്കിളിന്റെ എന്താണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്താണ്? ഹൈറ്റ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വൺ സൈഡ് ഇൻറ്റു ആ സൈഡിലേക്കുള്ള ഹൈറ്റ് ആണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ സൈഡ് പറഞ്ഞാൽ നമുക്ക് ഉണ്ട് എ ബി എന്ന് പറഞ്ഞിട്ട് 5 സെന്റിമീറ്റർ. ഇനി എന്താണ്? ഇതിനകത്തേക്കുള്ള ഈ ഒരു ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സിഇ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് നമുക്കറിയാം 90 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താണ്? ഒരു സൈൻ, ഇപ്പൊ സൈൻ 50 എടുക്കുകയാണെങ്കിലും എതിർവശം ബൈ കർണം, ഒരു കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസിൽ ഒന്നിന്റെയും വാല്യൂ നമുക്ക് ഇവിടെ ഇല്ല, അല്ലെ? അപ്പൊ ആദ്യം തന്നെ എന്താണ്? ഒന്ന് നോക്കിയേ.
ഒരു മിനിറ്റ്. അപ്പൊ അല്ല, ആദ്യം തന്നെ നമുക്ക് ഈ ആ ഒരു ആംഗിൾ സി എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആംഗിൾ സി എത്രയായിരിക്കും? ഒന്ന് നോക്കിയേ. ആംഗിൾ എ 50 ആണ്, ആംഗിൾ ബി 60 ആണ് അല്ലെ? ഇനി ആംഗിൾ സി ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്താ അത്? 70 ഡിഗ്രി അല്ലേ? എന്താ? ഓക്കെ, 70 ആണോ? 65 അല്ലേ വരാ? ഇത് ഇവിടെ ഒരു പ്രോബ്ലം പറ്റിയിട്ട് ഇവിടെ 60 അല്ല 65 ആണ്. ഓക്കെ, എത്രയൊക്കെയാണ് നമ്മുടെ അടുത്തത് ക്വസ്റ്റ്യനിൽ നോക്കിയേ? എന്തൊക്കെയാണ്? 50 ആൻഡ് 75 ഡിഗ്രി അല്ല, 65 ആൻഡ് 50 ഡിഗ്രി എന്നല്ലേ തന്നേക്കണത്. അപ്പൊ ഇവിടെ നമുക്ക് 65 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 മൈനസ് 50 മൈനസ് അല്ല 50 പ്ലസ് 65 ആണ്. അപ്പൊ എത്ര വരും? നേരത്തെ ഇയാൾ പറഞ്ഞത് കറക്റ്റ് ആണ്, 60 വെച്ചിട്ടാണ് 70 ആണ്. ഇവിടെ 65 ആയിരുന്നു. അപ്പൊ എത്ര വരും? ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65 ഡിഗ്രി വരും അല്ലെ? അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65 ഡിഗ്രിയാണ് വരാം. ഓക്കെ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, ഇവിടെ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താണ്? രണ്ട് ആംഗിള് 65 ആണ് അല്ലെ? അപ്പൊ രണ്ട് ആംഗിള് സെയിം ആണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും സെയിം ആയിരിക്കും അല്ലെ? നമ്മള് അങ്ങനെയാണ് റേഷ്യോസിലൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്നിട്ടാണ് സൈഡ്സിന്റെ അല്ലെ ആംഗിൾസിനനുസരിച്ച് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് മാറുന്നതാണ്. അപ്പൊ എന്താണ്? ഇവിടെ രണ്ട് ആംഗിൾസ്, ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? അവരുടെ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ 65ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? 5 ആണ്. അപ്പൊ എന്താണ്? ഈ 65ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും എന്ത് തന്നെയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. കണ്ടോ? അപ്പൊ എന്താണ്? ഇനി നമുക്ക് സൈൻ യൂസ് ചെയ്താൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് കണ്ടുള്ള ഹൈപ്പോട്ടനസ് എ സിയുടെ വാല്യൂ കിട്ടിയില്ലേ? ഓക്കെ, ഇനി എന്താണ്? സൈൻ 50 യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്? സിഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ 50 എന്ന് പറഞ്ഞാൽ സിഇ ബൈ എ സി ആണ്. എ സി ഇപ്പൊ നമുക്കറിയാം സൈൻ 60യുടെ വാല്യൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സൈൻ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7660 എന്നാണ് സൈൻ 50യുടെ വാല്യൂ. ആ സൈൻ 50യുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ 50 ഇൻറ്റു എ സി ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ ഹൈറ്റ് കിട്ടും. ആ ഹൈറ്റും ഇവിടെയും ഇവിടെ സൈഡ് എന്ന് പറഞ്ഞ 5ഉം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതും ചെയ്തോളൂട്ടാ. ഡൗട്ട് ഇല്ലല്ലോ ഇത്ര നേരം പറഞ്ഞാല്? ഇല്ല. അപ്പൊ അതും ചെയ്ത് നോക്കിക്കോളൂ. അതും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കിക്കോ. അയ്യടാ, ക്വസ്റ്റ്യൻ പോയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒക്കെ സെയിം മോഡലൊക്കെ തന്നെ, ചെറിയ ചേഞ്ചസ് ഉള്ളൂ. അതാ ഞാൻ വേഗം എല്ലാം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ്, വെറുതെ നമ്മുടെ ടൈം പോകാന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വശം 8 സെന്റിമീറ്ററും അതിലെ ഒരു കോൺ 40 ഡിഗ്രിയും ആയി ഒരു ത്രികോണം വരയ്ക്കണം. 40 ഡിഗ്രി കോണിനെതിരെ വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ ആകണം? ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ നമ്മുടെ അടുത്ത് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഓക്കെ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്? ഇസ് ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ ഓൺ ഇറ്റ് ഈസ് 40 ഡിഗ്രി. ഒരു സൈഡ് എന്തായിരിക്കണം? 8 സെന്റിമീറ്റർ ആയിരിക്കണം എന്ന്. അതായത് ഇപ്പൊ നമുക്ക് ഇതിനെ നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? 8 സെന്റിമീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, എന്നിട്ട് പറഞ്ഞേക്കണം അതിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? 40 ആയിരിക്കണം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ഇറ്റ്സ് ആംഗിൾ. അതായത് ഈ എ ബിക്ക് ഈ 40 എന്ന് പറയുന്ന ഈ എ ആംഗിൾ ഇല്ലേ, ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് അതായത് ഏതായിരിക്കും? ബി സി. ഈ ബി സിക്ക് മിനിമം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ വരെ ലെങ്ത് ആവണം എന്നാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്.
ആകാം എന്നാണ് ചോദിച്ചേക്കണത്. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആംഗിളിന്റെയും ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എത്രയാണോ വന്നത് അതായിരിക്കും മിനിമം ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് മറ്റേ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അതായത് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ബി സിയിലേക്ക് വരച്ചെന്ന് വിചാരിക്കാം. അതായത് ബിയിൽ നിന്ന് എന്ത് ചെയ്യാ, എ സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് ആയിരിക്കും 40ക്ക് ഓപ്പോസിറ്റ് വരണ ഈ ഒരു ലൈനിന്റെ ചുരുങ്ങിയ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിനിപ്പോ നമ്മൾ ഡി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ വരച്ചേക്കണം. അപ്പൊ ഇത് 90 ഡിഗ്രി. ഓക്കെ, ഈ ലെങ്ത് ഈ ബി ഡി എന്ന് പറയണ ഈ ലെങ്ത് ആയിരിക്കും 40ക്ക് ഓപ്പോസിറ്റ് വന്ന ഏറ്റവും മിനിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ കൂടാ കുറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടിയൊക്കെയാണ് അല്ലെ. ഇനി ഇതിന്റെ കുറവ്, ഇനി ഇതിനേക്കാൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ സൈഡിൽ എ സി എന്ന് പറയുന്ന ഈ സൈഡിലേക്ക് ഇവിടുന്ന് ബിയിലേക്ക് എത്തില്ല. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ എ സിയിലേക്ക് എത്ര വന്നോ അതായിരിക്കും 40ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ട സൈഡിന്റെ ഏറ്റവും മിനിമം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതല്ലേ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണം എന്താണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ബി ഡിയുടെ ലെങ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, ഇവിടെ ഒരു സൈഡ് ഉണ്ട്, നമുക്ക് എന്താണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ട് അല്ലെ. ഒരു ട്രയാങ്കിൾ എ ബി ഡിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എ ബി ഡിയുടെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഉണ്ട് 8 ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് സൈൻ 40 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? സൈൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം വരും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ബി ഡിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ 40 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 എടുക്കുക. അപ്പൊ ഈ സൈൻ 40യുടെ വാല്യൂ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അതായിരിക്കും 40ക്ക് ഓപ്പോസിറ്റ് വരേണ്ട സൈഡിന്റെ ഏറ്റവും മിനിമം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നോക്കണോട്ടാ. സൈൻ 40യുടെ ഒക്കെ വാല്യൂസ് അവിടെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അവിടെ ഇട്ടിട്ട് പോവരുത് കേട്ടാ. സൈൻ 40യുടെ വാല്യൂ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് ലാസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് എത്രയാണ്, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലും ഉണ്ട് സൈൻ 40യുടെ വാല്യൂ. അതനുസരിച്ച് സൈൻ 40 വാല്യൂ അനുസരിച്ച് അപ്ലൈ ചെയ്യുക, അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയാണ് വാല്യൂ ഇടുന്നത് അതായിരിക്കും അതിന്റെ ആൻസർ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ന്യൂ സെക്ഷനിലേക്ക് കടന്നാലോ. ഒരു ചാപ്റ്റർ ഒരു ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷെ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് ഈ സ്പീഡിൽ അങ്ങോട്ട് പോണേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്തായാലും തീരില്ല. എല്ലാ പ്രോബ്ലം ചെയ്യാൻ നിന്നിട്ടുണ്ട് ഒക്കെ സെയിം പ്രോബ്ലംസ് ആണ്, ചെറിയൊരു ചേഞ്ചസ് മാത്രമേ അങ്ങോട്ട് ഉള്ളൂ. ഓക്കെ, ചേഞ്ചസ് വന്നത് എന്താന്ന് ഞാൻ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അത് ബാക്കി നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കുക. അവിടെ തന്നെ ഇട്ടേക്കരുത് കേട്ടാ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും ഉഷാറായിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ആണ് എന്താണ്? ട്രയാങ്കിൾ ആൻഡ് സർക്കിൾസ്, അല്ലെങ്കിൽ ത്രികോണങ്ങളും വൃത്തങ്ങളും എന്ന് പറയുന്ന സെക്ഷനാണ് നെക്സ്റ്റ് സെക്ഷനിൽ കിടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേന്ന്. അതിനായിട്ട് നമ്മൾ എന്താണ് സർക്കിൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് നമ്മൾ പുറത്തു കൂടെ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കില്ല. അതിനെ എന്നിട്ട് നമ്മൾ പറയാ പരിവൃത്തം, അല്ലെങ്കിൽ എന്താണ് സർക്കം സർക്കിൾ എന്നാണല്ലേ നമ്മൾ പറയണ. നമ്മള് ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ കൊള്ളിച്ചുകൊണ്ട് ഇതിപ്പോ ഇതുപോലെ നോക്കിയേ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിനെയും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണേനെ നമ്മൾ എന്തെന്നാ പറയണ? പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഒരു ട്രയാങ്കിളിലെ ചിലപ്പോൾ ആംഗിൾസ് തന്നിട്ടുണ്ടാകും, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സൈഡ്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ,
അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഞാൻ, ഒരു സർക്കിളിന്റെ ഞാൻ എന്ന് പറഞ്ഞ എന്താണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കണ ഈ ഒരു ലൈൻ, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ അല്ലെ, ഇങ്ങനെ ഈ വരയ്ക്കണേനൊക്കെയാണ് നമ്മൾ ഞാണ് അല്ലെങ്കിൽ എന്താണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് എന്ന് വെച്ചാൽ എന്താണ് ഞാണെന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഈ ഒരു ഇതിനെ പറയണേ നമ്മൾ ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയണേ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ എഴുതിയേക്കണം, ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും നീളം കേന്ദ്രത്തിന്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിന്റെ 2 മടങ്ങാണ്. അല്ലെങ്കിൽ എന്താണ്, ഇൻ എ സർക്കിൾ the length of any chord is double the product of the radius and the sine of half the central angle. ഓക്കെ, അതായത് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലെ, ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ സെന്റർ ആണ് ഇവിടെ O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനൊരു ഞാൻ വരച്ചിട്ടുണ്ട്, AB എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ വരച്ചിട്ടുണ്ട് ആണല്ലോ, അല്ലെങ്കിൽ എന്താണ് ഒരു കോഡ് വരച്ചിട്ടുണ്ട് AB എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ AB-യിലേക്ക് ഓയിൽ നിന്ന് റേഡിയസുകൾ രണ്ടും വരച്ചേക്കാണ്, OA-യും OB-യും. OA-യും OB-യും ആ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്, അതിനെയാണ് നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്തേക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു AB എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ട് അല്ലെങ്കിൽ ഞാണും ഉണ്ട്. ഓക്കെ, ആ ഞാണിലേക്കാണ് രണ്ട് OA-യും OB-യും നമ്മൾ ആരങ്ങൾ വരച്ചിക്കണം അല്ലെങ്കിൽ റേഡിയസുകൾ വരച്ചിക്കണം. അത് കഴിഞ്ഞിട്ട് C ഡിഗ്രി എന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് വന്നിട്ടാണ് സെൻട്രൽ ആംഗിൾ ആണ്, അല്ലെങ്കിൽ എന്താണ് കേന്ദ്രകോണാണ് അല്ലെ. ആ ഒരു AB എന്ന് പറയണ ഞാണിനെ നമ്മൾ അതിന്റെ റേഡിയസ് വെച്ച് ജോയിൻ ചെയ്ത്, ഇതിപ്പോ എന്താണ് നമുക്കൊരു ചെറിയൊരു ട്രയാങ്കിൾ പോലെയാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു സെൻട്രൽ ആംഗിളിനെയാണ് അല്ലെങ്കിൽ കേന്ദ്ര കോണിനെയാണ് നമ്മൾ എന്താണ് C ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രവും നമുക്ക് എന്നിട്ട് സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ഓക്കെ, ആരും തന്നിട്ടുണ്ട്, കേന്ദ്ര കോണും നമുക്ക് തന്നിട്ടുണ്ട്, AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാണും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി AB എന്ന് പറയുന്ന ആ ഒരു ഞാണിന്റെ ലെങ്ത് കാണുന്നതാണ്, നീളം കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. അതാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്, അതാണ് അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത്. ലെങ്ത് ഓഫ് ദ കോഡ് അല്ലെങ്കിൽ എന്താണ് ഞാണിന്റെ നീളം എങ്ങനെയാണ് കാണാ, 2 × R, അതായത് ഇതിന്റെ റേഡിയസ് ഇൻറ്റു സൈൻ ഓഫ്, സൈൻ നമ്മുടെ അറിയാലോ സൈനും കോസിന്റെ ആ സൈൻ ഓഫ് എന്താണ് C/2. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രകോൺ, ഈ കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതി. ഓക്കെ, കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ ഇൻറ്റു 2R. അങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ AB-യുടെ ലെങ്ത് അല്ലെങ്കിൽ ഈ ഞാണിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ എങ്ങനെയാണ് കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് 2R ഇൻറ്റു സൈൻ ഓഫ് C/2, സെൻട്രൽ കോണിന്റെ പകുതിയുടെ സൈൻ ഇൻറ്റു 2R. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്താണ് നമ്മുടെ ട്രയാങ്കിൾസിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, സൈഡ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, ഇനി ഇതിന്റെ 3 മെത്തേഡ്സ് ആണ് ഇവിടെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ട്രയാങ്കിൾ, ആ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും 90-നേക്കാൾ കുറവാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്, അതിന്റെ എല്ലാ ആംഗിൾസും എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞത് 90-നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആംഗിളിന്റെ സൈഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ എന്നാണ് നമ്മൾ ഇനി നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ആംഗിളിന് ഈ ഒരു ട്രയാങ്കിളിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പരിവൃത്തം വരച്ചു. ആ ട്രയാങ്കിളിന് നമുക്കൊന്ന് നെയിം കൊടുക്കാം, ABC എന്നും പറഞ്ഞിട്ട് നമ്മൾ നെയിം കൊടുത്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രയാങ്കിളിന് എന്താണ് നമ്മൾ ഒരു പരിവൃത്തം അല്ലെങ്കിൽ സർക്കിൾ നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, ഇനി ഇതിന്റെ ഇപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സ് എന്ന് പറഞ്ഞ ഈ സർക്കിളിന്റെ എന്താണ് കോഡല്ലേ, അല്ലെങ്കിൽ എന്താണ് ഞാനാണ് അല്ലെ. ഈ AB എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ ഞാനാണ്,
അതുപോലെ എ സിയും ഈ സർക്കിളിന്റെ ഒരു ഞാനാണ്, അല്ല ബി സിയും ഈ സർക്കിളിന്റെ ഒരു കോഡാണ് അല്ലെ? ഈ എല്ലാനും അപ്പൊ എന്താണ്, ഈ എല്ലാ സൈഡ്സും 3 സൈഡ്സും ട്രയാങ്കിളിന്റെ 3 സൈഡ്സും എന്താണ് ഈ ഒരു സർക്കിളിന്റെ കോഡായിട്ടാണ് വരാം അല്ലെ? അപ്പൊ ആ കോഡ് കാണുന്ന കോഡിന്റെ ലെങ്ത് കാണുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താണ്, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഈ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിച്ചൂടെ അല്ലെ? ഈ ഒരു നമ്മുടെ ട്രയാങ്കിൾസിന്റെ ലെങ്ത് 3 സൈഡ്സിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ ഇതായിരിക്കും നമ്മുടെ ഇതിന്റെ സെൻട്രൽ എന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും എ ബി എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 2r സൈൻ c/2 എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇനി എന്താണ് അത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ ഒന്നും ആറ് സി ഇതൊന്നും നമുക്ക് ഇല്ല ഇല്ലേ? അപ്പൊ ആ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻസിനെ നമുക്കൊന്ന് എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കറിയാം ഇവിടെ ഈ എ സി എന്ന് പറയുന്ന ഈ ഒരു ഇത് കണ്ടല്ല, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് നമ്മൾ സർക്കിൾസിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവില്ല. ഈ ആംഗിൾ കാണുന്നത് എങ്ങനെയാണ് എ സി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഇതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എതിർ കോണിന്റെ ഇരട്ടിയായിരിക്കും. അതായത് ഇവിടെ എന്താണ്, ഇതിന്റെ ഈ ആംഗിളിന്റെ എതിർ കോൺ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? 120 വരും അല്ലെ? അതുപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കണതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ? അപ്പൊ 65. 65ന്റെ ഇരട്ടി എത്ര വരും? 65ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 65ന്റെ 130 വരും അല്ലെ? 130 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഈ ഒരു ആംഗിൾ എത്ര വരും? അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര? 55 ആണ്. 55ന്റെ ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110 വരും, 110 വരും. ഓക്കെ, ഇപ്പൊ എന്താണ്, എല്ലാത്തിന്റെയും സെൻട്രൽ കോൺ നമുക്ക് കിട്ടിയില്ല അല്ലെ? ഐക്യത്തിന്റെ സെൻട്രൽ കോൺ നമുക്ക് കിട്ടി. ഈ സെൻട്രൽ കോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് എ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r, ഇപ്പൊ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ 2r ഇൻറ്റു സൈൻ ഓഫ് c/2. അപ്പൊ ഈ എ ബിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ആണ് അല്ലെ? അല്ല 130 ആണ്. 130 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ്സ് ഇക്വൽ ടു എത്ര വരും? 2r സൈൻ ഓഫ് 130 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയാണ്? 65 ആണ് അല്ലെ? അപ്പൊ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ബി എന്ന് പറഞ്ഞ സൈഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബി സിയും എ സി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കിയേ, ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു ചെയ്യേണ്ട ആവശ്യം വല്ലതും ഉണ്ടായോ എന്ന് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഈ എ ബി എന്ന് പറയുന്ന സൈഡ് ആണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് കോൺ ഏതാണ്? ആംഗിൾ എത്രയാണ്? സി അല്ലേ? ആ സി തന്നെയല്ലേ 65 എന്ന് നോക്കിയേ അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു സെൻട്രൽ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കേണ്ട വല്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അത് അങ്ങ് എടുത്താൽ പോരെ? അതായത് എന്താണ്, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r സൈൻ ഈ c/2 ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കാരണം c/2 എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ സി കണ്ടുപിടിക്കണം, സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? എന്നിട്ട് അതിന്റെ പകുതി കണ്ടുപിടിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സെൻട്രൽ ആംഗിളിന്റെ ഈ ഒരു സെൻട്രൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണ ഈ ഒരു മെത്തേഡ് ഒന്നും നമുക്ക് യൂസ് ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാ മഞ്ഞേ എന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. ശരിക്കും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് ആവശ്യം മഞ്ഞില്ല. ഓക്കെ, എങ്ങനെയാണ്? ഇതല്ലേ നമ്മുടെ ആദ്യത്തെ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? എ ബി കണ്ടുപിടിക്കാനായിട്ട് 2r സൈന് എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 65. ഓക്കെ, അതുപോലെ എന്താണ് ബി സി കണ്ടുപിടിക്കാനാണെങ്കിൽ 2r സൈൻ ബി സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ബി സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് എ ആണ്, 55. അതുപോലെ എന്താണ് അടുത്ത സൈഡ് എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ഇസ് ഇക്വൽ ടു 2r സൈൻ എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ബി ആണ്, 60. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കണം ആ സൈഡ് എടുത്ത് അങ്ങോട്ട് എഴുതി ആറും കൂടി നമുക്ക് ആറിന്റെ റേഡിയസ് എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് എല്ലാ സൈഡ്സും നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അതാണ് 90ക്ക് എബോവ് ആയിട്ടുള്ളതിന്റെ അല്ല, എല്ലാ ആംഗിൾസും 90ക്ക് കുറവാണെങ്കിലുള്ള കേസ്. ഇനി 90 ആണെങ്കിൽ ഒരു ആംഗിൾ, ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയായിരിക്കും? നമുക്കറിയാം എപ്പോഴാണ് ഒരു ആംഗിൾ, ഒരു പരിവൃത്തം, ഒരു വൃത്തത്തിനെ ഒരു ആംഗിൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ 90 ഡിഗ്രി വരച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും നമുക്ക് 90 ഡിഗ്രി വരാ? അതിന്റെ സെമി സർക്കിളിൽ വരുമ്പോഴല്ലേ അത് 90 ആയിട്ട് വരാ, അല്ലെ? അതിന് സെമി സർക്കിൾ, അതായത് ഇതിന്റെ റേഡിയസ് ഡയഗണലി കൂടെ അല്ലെങ്കിൽ എന്താണ് വ്യാസത്തിൽ കൂടെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ മാത്രമാണ് എന്തെന്ന് നമുക്കിവിടെ 90 ഡിഗ്രി വരുള്ളൂ, അല്ലെ? അപ്പൊ ഈ ഒരു കേസിൽ നേരത്തെ പോലെ തന്നെ സെയിം തന്നെ ഇപ്പൊ നമ്മളിവിടെ എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r സൈൻ എ ബിക്ക് ഓപ്പോസിറ്റ് എന്താണ്? 50. ഓക്കെ, അതുപോലെ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r സൈൻ ബി സിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് ഏതാണ്? 90. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? അടുത്ത സൈഡ് ഏതാണ്? എ ബി ബി സി എ സി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2r സൈൻ എ സിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് 40. ഓക്കെ, അപ്പൊ ഒരു ആംഗിള് എല്ലാ ആംഗിൾസും 90ക്ക് ലെസ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. അതുപോലെ ഇപ്പൊ ഒരു ആംഗിൾ 90 ആണെങ്കിലും സെയിം പോലെ തന്നെ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ആംഗിൾസ് വെച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി ഒരു ആംഗിള് 90നൊക്കെ എബോവ് ആണെങ്കിൽ എന്തായിരിക്കും വരാ? അതിനകത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാക്കി എല്ലാത്തിലും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ 90 ഇതിന് ഓപ്പോസിറ്റ് എ ബി സി, അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 90ക്ക് എബോവ് ആണ് ഒരു ആംഗിൾ വന്നേക്കുന്നത്, അല്ലെ? ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 110 ആണ് വന്നേക്കുന്നത്. ഇങ്ങനെയുള്ള കേസിൽ ചെറിയൊരു ചേഞ്ച് മാത്രമാണ് വന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ബി സിയുടെ ലെങ്ത് നമ്മൾ എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2r സൈൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബി സിക്ക് ഓപ്പോസിറ്റ് 110 ഇങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്, ഇങ്ങനെ എടുക്കരുത്. ഓക്കെ, 90ക്ക് എബോവ് ആണെങ്കിൽ നമ്മൾ ആ കറക്റ്റ് അത് തന്നെ എടുക്കരുത്. അതിന് പകരമായിട്ട് എന്തെടുക്കണം? ആ ഒരു ആംഗിളിന്റെ സപ്ലിമെന്ററി എടുക്കാം. അതായത് സപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 180 ആണ്, അല്ലെ? സപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ ആ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ആണ് കിട്ടേണ്ടത്. അപ്പൊ എന്താണ് ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ സപ്ലിമെന്ററി ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 180 മൈനസ് 110 ചെയ്യുക. അപ്പൊ എത്ര നമുക്ക് 70 കിട്ടും. ഈ 70 ഡിഗ്രി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണ 70 ഡിഗ്രി. ഓക്കെ, അപ്പൊ ബി സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സാധാരണയൊക്കെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സൈഡ് എടുത്ത് ആ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്നാണ് നമ്മൾ ചൂസ് ചെയ്യാറ്, അല്ലെ? പക്ഷെ ഇവിടെ ഇങ്ങനെ 90ക്ക് എബോ ഉള്ള ആംഗിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ആംഗിളിന്റെ സപ്ലിമെന്ററി ആംഗിൾ എടുക്കണം. അല്ലെങ്കിൽ എന്താണ്? അനുപൂരക കോണെന്ന് നമ്മൾ പറയൂലേ? അനുപൂരക കോണെന്ന് വെച്ചാൽ എന്താണ്? ആ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അതിനെയാണ് നമ്മൾ സപ്ലിമെന്ററി ആംഗിൾസ് അല്ലെങ്കിൽ അനുപൂരക കോണുകൾ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 110 അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ബി സി എന്ന് പറഞ്ഞിട്ട് എന്താ? 2r സൈൻ 70. അത് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. അതൊന്നും നിങ്ങളിപ്പോ മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ നോക്കാൻ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ആവും. ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, 90ക്ക് എബോവ് ആയിട്ടുള്ള ആംഗിൾസ് ഏതെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ 90ക്ക് എബോവ് ആയിട്ടുള്ള ഏത് ആംഗിൾസ് വന്നാലും എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ സപ്ലിമെന്ററി ആംഗിൾസ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ ഇതുപോലെ. എ ബി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യാ? എ ബി കണ്ടുപിടിക്കണേ 2r സൈന് എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? സി ആണ്. സി എത്രയാണ്? 40 ചെയ്യാ. ഓക്കെ, ആൻഡ് എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2r സൈന് എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇത് എത്രയാണ്? 30 ആണ്. 30 ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സാധാ അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. ബി സി ഇങ്ങനെ വലിയ 90ക്ക് എബോവ് ഉള്ള കേസുകൾ വരുമ്പോ അതിന്റെ സപ്ലിമെന്റ് എടുക്കാം. ഓക്കെ, ക്ലിയർ ആയാ? ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. എന്താണ്? ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ് എന്നാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ട്രയാങ്കിളും തന്നിട്ടുണ്ട്, അതിന്റെ സർക്കിളും തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡും ഒരു ആംഗിളൊക്കെ തന്നെ. ഇനി ആ ഒരു സർക്കിൾ, നമ്മുടെ ആ ഒരു പരിവൃത്തത്തിന്റെ എന്താണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്? സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയേ, ഇവിടെ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇതിനകത്ത് നമുക്ക് ഇവിടെ സൈഡ് തന്നിട്ടുണ്ട് 3 എന്നും തന്നിട്ടുണ്ട്, ഒരു ആംഗിള് 60 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സൈഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സൈഡ് നമുക്ക് 3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്, ഈ ഒരു ആംഗിള് 60 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് റേഡിയസിനെ നമുക്ക് 6 ആയിട്ട് എടുക്കാം. ഓക്കെ, 6 എന്ന് കണ്ടിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി എന്താണ്, ഇവിടെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എ ബി സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈഡ് തന്നിട്ടുണ്ട്. ആ എ ബി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? എ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എന്തായിരുന്നു ഇക്വേഷൻ? 2r സൈൻ എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കണ ആംഗിൾ അല്ലെ, സി സി എന്ന് പറയുന്ന ആംഗിളിന്റെ ഡിഗ്രി. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 2r സൈൻ എത്രയാണ്? സൈൻ 60. ആംഗിൾ സി എത്രയാണ് നമുക്ക് തന്നേക്കണത്? 60 ആണ്, 60 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ അവിടെ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r സൈൻ 60. സൈൻ 60 എത്രയാണ്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. എങ്ങനെയായിരുന്നു സൈൻ 60 കാൽക്കുലേറ്റ് ചെയ്തത്? ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രിയും ആണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ √3 വരും, ഇവിടെ 2 വരും. അപ്പൊ സൈൻ 60 എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ കർണം അല്ലെ. അപ്പൊ സൈൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? √3/2 എന്ന് വരും അല്ലെ. ഓക്കെ, ആ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. √3/2 ആണ്. ഓക്കെ, ഇനി 2r വാല്യൂ, റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 2r അവിടെ നിർത്തിയിട്ട് ബാക്കി എ ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാലോ. എത്രയാണ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ് അല്ലെ. അപ്പൊ 2r അവിടെ നിർത്തിയിട്ട് ബാക്കി √3/2 അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം. അപ്പൊ എത്ര വരും? അല്ല വേണ്ടല്ലോ, ഒരു മിനിറ്റ് ഇവിടെ നോക്കിയേ. ഓക്കെ, 3 is equal to 2r into √3/2 ആയിരുന്നു. അതിനകത്ത് ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ആയി പോയി. ബാക്കി ഇവിടെ എന്താണ്? r അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ √3 പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ 3/√3 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 3 നമുക്ക് എങ്ങനെയാണ്? √3 into √3 എന്ന് എഴുതാം അല്ലെ. √3 into √3 ആണ് 3 എന്ന് എഴുതുന്നത്. അതിനകത്ത് √3 ഒരു √3യും ക്യാൻസൽ ആയി പോയാൽ ബാക്കി ബാലൻസ് √3 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് നമുക്ക് എത്ര കിട്ടി? റേഡിയസ് √3 സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ അതിന്റെ ഈ ഒരു പരിവൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയ? എന്താണ് ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം എത്ര സെന്റിമീറ്റർ ആണെന്ന്. അതായത് എന്താണ്? സെയിം തന്നെ അല്ലെ. എന്താണ്? ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെന്താ തന്നിട്ടുണ്ട്? ഇപ്പൊ ഈ ഒരു ഫിഗറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഈ ഫിഗറിനെ നമ്മൾ എടുക്കുകയാണെന്ന് വെക്കും. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതൊരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞത്. ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതും 8 ആയിരിക്കും, ഇതും 8 ആയിരിക്കും, ഇവിടുത്തെ 8 ആയിരിക്കും. പിന്നെ ഒരു ആംഗിൾ എത്രയായിരിക്കും? സമഭുജ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ എത്രയായിരിക്കും?
എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ എത്രയാണ്? ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും അല്ലെ? അപ്പൊ ആംഗിൾസും കിട്ടി, സൈഡ്സും കിട്ടി. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റേഡിയസ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എങ്ങനെയാണ് ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r സൈൻ ഏതെങ്കിലും ഒരു ആംഗിൾ അല്ലെ? ഏതെടുത്താലും ഇപ്പൊ 60 തന്നെയാണ് വരാ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. 8 ഈസ് ഈക്വൽ ടു 2r സൈൻ 60 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു √3/2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനകത്ത് നിന്ന് ആറിന് ടൂവും ക്യാൻസൽ ആയി പോയാൽ ബാക്കി 6 എന്ത് കിട്ടും? r is equal to 8/√3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ റേഡിയസ് എത്ര കിട്ടി? സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8/√3 ആണ് ഇതിന്റെ ആൻസർ വരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. വൃത്തത്തിന്റെ വ്യാസം കാണുക. സെയിം തന്നെ അല്ലേ? എന്താണ് വ്യാസം അല്ലെങ്കിൽ എന്താണ് ഡയമീറ്റർ? ഒരു ട്രയാങ്കിളും നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ സർക്കിളും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞേക്കണ? ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. എങ്ങനെയാ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ? അതിന് തന്നെ റേഡിയസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? വ്യാസം കിട്ടും അല്ലേ? എന്താണ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, മനസ്സിലാവണില്ലേ? ഓക്കെ, ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തില്ലേ? ഇതുപോലെ തന്നെ അതിന്റെ റേഡിയസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെ 2 കൊണ്ട് ആരം കാൽക്കുലേറ്റ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? വ്യാസം കിട്ടും അല്ലെങ്കിൽ ഡയാമീറ്റർ കിട്ടും. അതായിരിക്കും ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റേഡിയസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ്. ഒരു റേഡിയസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൈഡ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എങ്ങനെയാണ്? 2r സൈൻ, ഇപ്പൊ ഈ ഒരു സൈഡ് കാണാനായിട്ടാണ് ഈ 2r സൈൻ 60 ചെയ്യാം. ഇവിടുത്തെ സൈഡ് കാണാനാണ് ഈ 2r സൈൻ 50 ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോ 6 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഫസ്റ്റത്തെ ക്വസ്റ്റിനിൽ നിന്ന് 6 കിട്ടും. അതിനകത്തേക്ക് r-ന്റെ വാല്യൂം സൈനിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ്സിന്റെ വാല്യൂ കിട്ടും. അതും നിങ്ങൾ ചെയ്ത് നോക്കോട്ടെ. സിമ്പിൾ ആണ് നേരത്തെ പോലെ തന്നെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 8 ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിന്റെ ആരം എത്രയായിരിക്കും? അതായത് എന്താണ്? ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിനെ രണ്ടിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, പറഞ്ഞേക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തന്നെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാനായിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞേക്കണത്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിന്റെ 2 പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചേക്കാണ്. ഓക്കെ, വരയ്ക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരു ആംഗിളിലായിട്ട് ഒരു 80 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഒരു 80 ഡിഗ്രി ആംഗിൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? പാസിംഗ് ത്രൂ ദ എൻഡ് ഓഫ് ദ 5 സെന്റിമീറ്റർ ലൈൻ ആണ് ആൻഡ് ലൈൻസ് ഷുഡ് ബി ടച്ച് അറ്റ് 80 ഡിഗ്രി. വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണ് ഈ ഒരു റേഡിയസ് എത്രയാന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ്? സെയിം പോലെ തന്നെ. അപ്പൊ ഒരു റേഡിയസ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതാവും നമ്മുടെ സെന്റർ ആയിട്ട് വരാണെങ്കിൽ എന്താകും? ഈ ഒരു റേഡിയസ്, ഈ ഒരു ആറിന്റെ ലെങ്ത് റേഡിയസ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെ? അതായത് ഇപ്പൊ ഈ എ ബിയുടെ റേഡിയസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? എ ബിന്ന് എടുക്കുക. എ ബിയുടെ എങ്ങനെയാണ്? 2r സൈൻ എത്രയാണ്? എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന സൈഡാണ് അല്ലെ? അപ്പൊ 80 എടുക്കുക. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ഇവിടെ 5 ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 2r ഇൻറ്റു സൈനിന്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പൊ സൈൻ 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ സൈൻ 80യുടെ വാല്യൂ 0.9848 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് എന്താ? 2r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 0.9848 വരും. അതായത് സൈൻ 80യുടെ വാല്യൂ. ദാറ്റ്സ് ഈക്വൽ എത്ര വരും?
5.077 ആയിട്ടായിരിക്കും വരാം 2R. 2R 5.077 ആണെങ്കിൽ R എത്ര വരും? അതേ ഡിവൈഡഡ് ബൈ 2 അല്ലെ? 0.77 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 2.54. അതായിരിക്കും ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? പോയെല്ലാരും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓ ടൈം ഒരുപാടായി പോയല്ലേ? അപ്പൊ ഓക്കെ, എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? ഇനിയൊരു 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ കംപ്ലീറ്റഡ് ആണ്. ഇനിയിപ്പോ ഈ ഒരു പ്രോബ്ലത്തിലുള്ള ക്വസ്റ്റ്യനും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലുള്ള 2-3 ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നോക്കണം കേട്ടാ. ഇനി ഒരു സെക്ഷനിലെ നെക്സ്റ്റ് 2 പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ടീച്ചർ.